നമസ്കാരം. കേരളമാകെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ചൂടിലാണ്. മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഇതോടെ സ്ഥാനാർത്ഥികളെല്ലാം മണ്ഡലം നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ മീനച്ചൂടിനെ വെല്ലുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ചൂടാണ് കേരളമൊട്ടാകെ. ബിയോണ്ട് ദ ബാലറ്റിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിരവധി രാഷ്ട്രീയ വിഷയങ്ങൾ, ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള നിരവധി വിവാദങ്ങൾ, ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുക തന്നെ ചെയ്യും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ആദ്യ ദിവസങ്ങൾ എന്ന നിലയിൽ നാം ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇതൊന്നുമല്ല. ഈ തെരഞ്ഞെടുപ്പ് പട്ടിക പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട്, സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഓരോ പാർട്ടിയിലും ഓരോ മുന്നണിയിലുമുണ്ടായ നിരവധി വിഷയങ്ങളുണ്ട്. ഇപ്പോൾ കോൺഗ്രസിനെ തന്നെ എടുത്തു നോക്കിയാൽ കെ സുധാകരൻ എന്ന ഏറ്റവും മുതിർന്ന നേതാവ് 3 ദിവസത്തോളമാണ് ഈ പാർട്ടിയെ, ഈ മുന്നണിയെ മുൾമുനയിൽ നിർത്തിയത്. ഇങ്ങനെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ഇത്തരം അനിശ്ചിതത്വങ്ങൾ, തർക്കങ്ങൾ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നണികളുടെ, രാഷ്ട്രീയ പാർട്ടികളുടെ, സ്ഥാനാർത്ഥികളുടെ സാധ്യതയെ പ്രതികൂലമായി ബാധിക്കുമെന്നതാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ കോൺഗ്രസിൻ്റെ കാര്യമെടുത്താൽ, കെ സുധാകരൻ്റെ കാര്യമെടുത്താൽ, കെ സുധാകരൻ 3 ദിവസത്തോളം വലിയ പ്രതിസന്ധിയാണ് കോൺഗ്രസ് പാർട്ടിക്ക് സൃഷ്ടിച്ചത്, ആ മുന്നണിക്ക് സൃഷ്ടിച്ചത്. ഒടുവിൽ അദ്ദേഹം അയഞ്ഞു, അദ്ദേഹം പാർട്ടിക്ക് വിധേയനായി, പാർട്ടിയാണ് വലുത്, താൻ വളരെ ചെറുതാണ് എന്നൊക്കെ പ്രഖ്യാപിച്ച് പ്രചരണത്തിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതുണ്ടാക്കിയ പൊല്ലാപ്പ് ചെറുതല്ല. ഇത് എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ സാധ്യതയെ ബാധിക്കുന്നത് എന്ന് ആ ദിവസങ്ങളിലെല്ലാം തന്നെ അത് വളരെ വലിയ ചർച്ചയാവുകയും ചെയ്തതാണ്. സുധാകരൻ ഇടഞ്ഞതോടുകൂടി സുധാകരൻ മാത്രമല്ല, സുധാകരൻ്റെ ചുവട് പിടിച്ച് മറ്റു പലരും അവരുടെ എതിർപ്പുമായി രംഗത്ത് വന്നു. പരസ്യമായും രഹസ്യമായും, അല്ലെങ്കിൽ അവർ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന രീതിയിലേക്ക് പുറത്തു വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയ നേതാക്കളടക്കം ആ രീതിയിലുള്ള വലിയ വിവാദങ്ങളുമായി രംഗത്തെത്തിയിട്ടുമുണ്ട്. ഇത് കെട്ടുറപ്പോടെ പോകേണ്ട ഒരു പാർട്ടിയെ ഏത് രീതിയിൽ അവരുടെ സാധ്യതയെ ബാധിച്ചു എന്നാണ് ഐശ്വര്യ കണക്കാക്കുന്നത്? എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ നാളുകളിൽ ഒരു പക്ഷേ തുടർച്ചയായി 10 വർഷം ഇടത് സർക്കാർ ഭരിച്ച ഒരു കാലമാണ്. അപ്പോൾ അതിനുശേഷം വരുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ ആ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ UDF നേരത്തെ സജ്ജമാകണമായിരുന്നു. അങ്ങനെ സജ്ജമാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് അടക്കം പലപ്പോഴും പറഞ്ഞത്. സ്വാഭാവികമായും 10 വർഷത്തെ ഭരണത്തിന് ശേഷം വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ഒരു മേൽക്കൈ UDFന് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിനെപ്പോലും തകിടം മറിക്കുന്ന രീതിയിലേക്ക് തെരഞ്ഞെടുപ്പ് ചർച്ചകൾ പോയോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. കാരണം ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ സ്ഥാനാർത്ഥി പട്ടികയുണ്ടാകും. നേരത്തെ തന്നെ ഈ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു, ഏകദേശ ധാരണയായി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോഴും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടും ഒരു പക്ഷേ സ്ഥാനാർത്ഥി പട്ടിക വരുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനകം. പൊതുവികയാത്രയുടെ ആദ്യ ദിവസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥി പട്ടിക വരുമെന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ പിന്നീട് എന്തുകൊണ്ട് ഇത്രയും ദിവസം കടന്നുപോയി എന്നുള്ളത് ഒരു വലിയ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. എന്തുകൊണ്ട് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പോലും കോൺഗ്രസിന് ഇറക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ല. പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നു മാധ്യമപ്രവർത്തകർ സമാനമായ ഒരു ചോദ്യം ഉന്നയിച്ചു അദ്ദേഹത്തോട്. അദ്ദേഹം അതിന്റെ ഒരു വിശദീകരണം ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ വിശദീകരണത്തിനൊക്കെ അപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു നേതൃതലത്തിൽ ഇങ്ങനെ ഒരു ആശയക്കുഴപ്പത്തിന്റെ കാര്യം ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യം സാധാരണ പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലടക്കം വലിയ തോതിൽ ചർച്ചയാകുന്ന ഒരു ഘട്ടമുണ്ട്. സാധാരണ പ്രവർത്തകർ മാത്രമല്ല, ജില്ലാ തലത്തിൽ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് നേതാക്കൾ അതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ ഇട്ടതും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് കെ സുധാകരൻ എന്ന നേതാവ്, നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു പക്ഷേ കോൺഗ്രസിന്റെ ഏറ്റവും മോശം സമയത്ത് കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാൻ KPC പ്രസിഡന്റായി കെ സുധാകരൻ വന്നു എന്ന് കോൺഗ്രസ് ആഘോഷിച്ച ഒരു കാലം നമ്മൾ കണ്ടതാണ്. അങ്ങനെ വന്ന ഒരാള്, അല്ലെങ്കിൽ അത്രയും വലിയൊരു നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സമ്മർദ്ദ തന്ത്രം അത് ഉണ്ടാകുമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പ്രതീക്ഷിച്ചില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അത് അവർക്ക് നൽകിയ ഷോക്ക് ചെറുതല്ല. മാത്രമല്ല, ഒരു വിഭാഗം അദ്ദേഹത്തിന് വേണ്ടി പറയുന്നു, മറുവിഭാഗത്ത് അങ്ങനെയല്ല, ടി.ഒ. മോഹനന് വേണ്ടി വാദിക്കുന്നു. അങ്ങനെ കണ്ണൂർ DCCയിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു 2-3 ദിവസം കോൺഗ്രസിനെയും സംസ്ഥാനത്തെ കോൺഗ്രസിനെയും AICCയും ഒക്കെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ ഇതുവരെ ഉണ്ടാക്കി വെച്ചൊരു ഇമേജിന് തന്നെ അതൊരു വെല്ലുവിളി ആകുമോ അല്ലെങ്കിൽ ആയോ എന്ന തരത്തിലുള്ള
ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നതായാണ് ഈ കഴിഞ്ഞ 3-4 ദിവസം നമ്മൾ കണ്ടത്. ഒരുപക്ഷെ കോൺഗ്രസിന് അത് വെല്ലുവിളിയായോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ ജനം വിധി എഴുതി കഴിഞ്ഞ് മാത്രമേ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. ചിലപ്പോൾ ഈ വരും ദിവസങ്ങളിൽ മറ്റു വിഷയങ്ങൾ ചർച്ചയാക്കാം. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടമാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം തുടർച്ചയായ 10 വർഷം പിണറായി സർക്കാർ ഭരിച്ചതാണ്. അതിനുശേഷം വരുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ വലിയ ഒരു ആവേശത്തോടുകൂടി വലിയ ഒരു പ്രിപ്പറേഷനോടുകൂടി നേരിടേണ്ട ഒരു തെരഞ്ഞെടുപ്പിനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇത്രയും വഷളാകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ തീർച്ചയായും അതിന്റെ തുടക്കം തന്നെ അലങ്കോലപ്പെടുത്തി കഴിഞ്ഞത്. അഭിജിത്തെ, നമുക്കറിയാം കോൺഗ്രസിന്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പുത്തരിയല്ല. കെ കരുണാകരനും AK ആന്റണിയും കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന കാലഘട്ടത്തിൽ പലതവണ പല പട്ടികകൾ മാറ്റിയിട്ടുണ്ട്. ആന്റണിയും കരുണാകരനും ഡൽഹിക്ക് പോകുന്നു, അവിടുന്ന് പട്ടികയുമായിട്ട് തിരിച്ചു വരുന്നു, വീണ്ടും ഡൽഹിക്ക് പോകുന്നു. ഒടുവിൽ പ്രഖ്യാപിച്ച് പ്രചരണം തുടങ്ങിയ സ്ഥാനാർത്ഥികളെ വരെ മാറ്റിയ ചരിത്രവുമുണ്ട്, അവർ വിജയിച്ച ചരിത്രവുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു പുത്തരിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഇവിടെ ഐശ്വര്യ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, നേരത്തെ നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥി പട്ടിക റെഡിയാണെന്ന്. അതുമാത്രമല്ല, അഭിജിത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം നടത്തിയ കേരള യാത്രയുടെ ആ ഘട്ടത്തിൽ തന്നെ ആദ്യഘട്ട പത്രിക പുറത്തിറക്കുമെന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. അതൊന്നും നടന്നില്ല. ഇവിടെ ഈ സർക്കാരിൻ്റെ കാലത്ത് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കുറേ ഉപതെരഞ്ഞെടുപ്പുകളെ കോൺഗ്രസ് നേരിട്ടിട്ടുണ്ട്. ആ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ഈ പറഞ്ഞതുപോലെ 24 മണിക്കൂറിനകം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിട്ടുണ്ട്. വളരെ അടുക്കും ചിട്ടയുമുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത് പോലെ എണ്ണയിട്ട യന്ത്രം പോലെ അവർ പ്രവർത്തിച്ചു. ആ തെരഞ്ഞെടുപ്പുകളിലെല്ലാം വളരെ മികച്ച വിജയം സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഇതേ അവസ്ഥ തന്നെയായിരുന്നു, സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പ്രചരണവും എല്ലാം തന്നെ. പക്ഷേ ഇത്രയും ക്രൂഷ്യലായ ഒരു സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം 10 വർഷം അധികാരത്തിന് പുറത്തിരുന്നിട്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇങ്ങനെ അലങ്കോലപ്പെടുത്തിയത് അത് പഴയ ചരിത്രം പറഞ്ഞ് ന്യായീകരിക്കാൻ പറ്റുന്നതാണോ? തീർച്ചയായും അത് അങ്ങനെ ചരിത്രം പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ പറ്റുന്നതല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ടേക്ക്. കാരണം അങ്ങനെ പറയാൻ കാരണം നമ്മളിത് മുതിർന്ന നേതാവ് K മുരളീധരനുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്, ഉപതെരഞ്ഞെടുപ്പുകളുടെ ഘട്ടം വന്ന സമയത്താണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അത് കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ നടപ്പിലാക്കിയത് എന്നുള്ള കാര്യം. സ്വാഭാവികമായും ചില തർക്കങ്ങളും ചില അഭിപ്രായ ഭിന്നതകളും ചില അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ ഉണ്ടാകാം. അത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം അത് വേഗത്തിൽ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അദ്ദേഹം നമ്മളോടടക്കം പറഞ്ഞ ആ സൗണ്ട് ബൈറ്റിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ചില ചരിത്രങ്ങളും ചില കാര്യങ്ങളും ഒക്കെ പരിശോധിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ചധികം വിവരങ്ങൾ കൂടി പങ്കുവെക്കേണ്ടതായിട്ട് കൂടിയുണ്ട്. മാത്രമല്ല, ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ തന്നെ കോൺഗ്രസിൽ ഇങ്ങനെ തമ്മിലടിയും ഇങ്ങനെ പിടിവാശിയും ഇങ്ങനെ അധിക തർക്കവുമൊക്കെ ആയി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, കോൺഗ്രസ് എങ്ങാനും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി വലിയ പിടിവലി ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിപ്പോൾ KC വേണുഗോപാലിന് മുഖ്യമന്ത്രിയാകേണ്ടി വരുമോ, അതല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാകേണ്ടി വരുമോ, VD സതീശന് മുഖ്യമന്ത്രിയാകേണ്ടി വരുമോ, K സുധാകരന് മുഖ്യമന്ത്രിയാകേണ്ടി വരുമോ? K സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നേരത്തെ പറയുന്നത് കേട്ടോ, അവിടെ മുഖ്യമന്ത്രിയാകാൻ. അതെ, തീർച്ചയായും. അപ്പോൾ അങ്ങനെ 1 ഡസനോളം നേതാക്കളുടെ ഒരു വലിയ സ്വാധീനത്താൽ മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടി കൂടിയാണ്. അപ്പോൾ ഈ ചുമതലകൾ എന്നതിനപ്പുറത്തേക്ക്, അധികാരം എന്നതിനപ്പുറത്തേക്ക് പാർട്ടി പ്രവർത്തകരായി നിൽക്കാനാണ് പാർട്ടി നേതാക്കൾക്കൊക്കെ തന്നെയും താല്പര്യമെന്ന് നേതാക്കൾ ആവർത്തിച്ച് ആണയിട്ട് പറയുന്നത് നമ്മൾ പല ബൈറ്റുകളിലും കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നുമല്ല, അവർക്ക് അധികാരമാണ് പ്രധാനം എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായൊരു സൂചന കൂടിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ സുധാകര യുദ്ധം എന്ന് നമുക്ക് കൃത്യമായി പറയേണ്ടി വരും. സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം KPCC പ്രസിഡൻ്റായിരുന്നു, അദ്ദേഹം MP ആയിരുന്നു, ഇടക്കാലത്ത് വനം വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിയായിരുന്നു. അങ്ങനെ പല ചുമതലകൾ അദ്ദേഹം പാർട്ടിയിൽ വഹിച്ചിട്ടുള്ള നേതാവ് കൂടിയാണ്. എങ്ങനെ പാർട്ടിയെ നയിക്കണമെന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാം. പക്ഷേ അദ്ദേഹം KPCC പ്രസിഡൻ്റായിരുന്ന സമയത്ത് അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്നെങ്കിൽ പോലും ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുന്ന സമയത്ത് കോൺഗ്രസിനെ ഇങ്ങനെ പ്രതിസന്ധിയിലാക്കേണ്ടിയിരുന്നോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെ ഉയർന്നു കേൾക്കുന്ന ഒരു ഘട്ടം പോലും നിലവിലുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് AICC നേതൃത്വത്തെയും അതോടൊപ്പം തന്നെ മല്ലികാർജ്ജുന ഖാർഗെയാണെങ്കിലും ഒടുവിൽ AK ആന്റണി പോലും ഇടപെടേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. AK ആന്റണി വിളിച്ച് സംസാരിക്കുന്നു, KC വേണുഗോപാൽ വിളിച്ച് സംസാരിക്കുന്നു. KC വേണുഗോപാൽ എന്നിട്ട് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് പര്യടന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മല്ലികാർജ്ജുന ഖാർഗെയും
രാഹുൽ ഗാന്ധിയും കേരളത്തിലേക്ക് വരുന്ന ഘട്ടത്തിൽ അങ്ങേ വന്ന് കണ്ടോളാം, അങ്ങയുടെ ആശങ്കകൾ പരിഹരിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് അനുനയിപ്പിക്കേണ്ട ഒരു ഘട്ടം പോലും ഉണ്ടായത്. അവിടെ അതെ 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 തീർച്ചയായും അവിടെ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിച്ചു കഴിഞ്ഞാൽ കണ്ണൂരിലുണ്ടാകുന്ന ഒരു വലിയ പൊട്ടിത്തെറി, കണ്ണൂരിലുണ്ടാകുന്ന ഒരു വലിയ യുദ്ധം, കണ്ണൂരിലുണ്ടാകുന്ന ഒരു വലിയ പൊളിറ്റിക്കൽ സ്ഫോടനം അത് എത്രത്തോളം വലുതായിരിക്കും എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ ചർച്ച ചെയ്തു. എത്രത്തോളം വോട്ട് പിടിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുയായികൾ ഏതെല്ലാം മണ്ഡലങ്ങളിൽ മത്സരിക്കും, അവരെത്രത്തോളം വോട്ട് പിടിക്കും എന്നതിനപ്പുറത്തേക്ക് ഇത് കോൺഗ്രസ് പാർട്ടിക്ക് UDF ഉണ്ടാക്കാവുന്ന ഡാമേജ് അത് ചെറുതല്ല, അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ. പക്ഷേ AICC ഇടപെട്ട്, ഹൈക്കമാൻഡ് ഇടപെട്ട് അത് കൃത്യമായി പരിഹരിച്ചു. കെ സുധാകരൻ പാർട്ടിക്ക് വിധേയനായി. പക്ഷേ കെ സുധാകരൻ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തത് കൊണ്ട് മാത്രം പിന്നീട് നടന്ന് നമ്മൾ കണ്ടതാണ്. പല അടൂർ പ്രകാശ് അത്തരത്തിലൊരു നിലപാടെടുത്ത് മുന്നോട്ട് വരുന്നു, എൽദോസ് കുന്നപ്പള്ളി അങ്ങനെ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് വരുന്നു, തങ്ങൾക്ക് മത്സരിക്കണം അല്ലെങ്കിൽ ആ രീതിയിലൊരു നിലപാടെടുത്ത് മുന്നോട്ട് വരുന്നത് നമ്മൾ കണ്ടു. വളരെ ചുരുങ്ങിയ ചില MP-മാർക്ക് മാത്രമേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്നുള്ള ഒരു ആഗ്രഹം ഇല്ലാതിരുന്നുള്ളൂ. ബാക്കി ഇപ്പോൾ കെ സുധാകരന് സീറ്റ് കൊടുക്കുകയാണെങ്കിൽ കോന്നിയിൽ അടൂർ പ്രകാശിന് സീറ്റ് കൊടുക്കേണ്ടി വരുമായിരുന്നു, ഷാഫി പറമ്പിൽ, MK രാഘവൻ, അങ്ങനെ എല്ലാവർക്കും ഒരു താല്പര്യമുണ്ടായിരുന്നു. കാരണം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും മടങ്ങി വരാൻ കഴിയും. ഒരു പക്ഷേ കോൺഗ്രസിന് അധികാരം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരുന്നത് അങ്ങനെ ഒരു ആഗ്രഹത്തിനപ്പുറത്തേക്ക് ഒരുപക്ഷെ സർക്കാർ വരുമെന്നുള്ള പ്രതീക്ഷ, അവിടെയുള്ള മന്ത്രിസ്ഥാനം, അല്ലാതെ ഒരു MLA ആയി നിൽക്കുക എന്നതല്ല. MP ആയി നിൽക്കുന്നതിനേക്കാൾ വലുതല്ലല്ലോ MLA ആയി നിൽക്കുന്നത്. അവർക്ക് മന്ത്രിയാവുക, പിന്നെ ചിലർക്കെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അവരുടെ ക്ലെയിം മുന്നോട്ട് വെക്കുക എന്നത് തന്നെയാണ്. പക്ഷേ സുധാകരൻ്റെ കാര്യം ആ രീതിയിൽ ഹൈക്കമാൻഡ് ഇടപെട്ട് പരിഹരിച്ചു. പക്ഷേ സുധാകരൻ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് മറ്റ് പല നേതാക്കളിലേക്കും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് സുധാകരന് ഒരു പ്രശ്നമേ ആകില്ല എന്നുള്ളതാണ് അവിടെ നേതാക്കളൊക്കെ തന്നെയും പറയുന്നത്. ഇന്ന് നമ്മൾ ആ വിഷ്വലുകളിലൊക്കെ തന്നെയും കൃത്യമായി കണ്ടു. TA മോഹനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സുധാകരൻ അവിടെ ഇനി നമ്മൾ ഒരുമിച്ച് ഇറങ്ങുകയാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിലല്ല, അതിന് വളരെ മുൻപ് നമുക്ക് ലഭിച്ച ബൈറ്റിൽ അടക്കമുണ്ട് കെ സുധാകരൻ പറയുന്നുണ്ട് താനാണ് കണ്ണൂർ മത്സരിക്കുന്നത്, ഉറപ്പാണ് ഞാൻ മത്സരിക്കും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്ക്. കാരണം അദ്ദേഹം അത്രത്തോളം പ്രതീക്ഷിച്ചിരുന്നു എന്നതിനേക്കാൾ അദ്ദേഹം അത്രത്തോളം ആഗ്രഹിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ അദ്ദേഹത്തെ അത്രത്തോളം നിർബന്ധിച്ചിരുന്നു എന്നത് തന്നെയാണ് വസ്തുത. എന്തായാലും അതിനുശേഷം അടൂർ പ്രകാശ്, എൽദോസ് കുന്നപ്പള്ളിയുടെ ഒരു സബ്ജക്ട് ഇതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന്, ലൈംഗിക അതിക്രമ കേസുമായി ബന്ധപ്പെട്ടുള്ള അതെ, മറ്റുള്ള എല്ലാ സിറ്റിംഗ് MLA-മാർക്കും സീറ്റ് കൊടുത്തപ്പോൾ അതിൽ കെ ബാബു മാത്രമാണ് അദ്ദേഹം താല്പര്യം അറിയിച്ച് മാറി നിന്നത്. മറ്റെല്ലാവർക്കും സീറ്റ് കൊടുത്തപ്പോഴും എൽദോസിനെ മാത്രം മാറ്റി നിർത്തുന്നു. അതിലൊരു അനീതിയില്ലേ എന്നതാണ്. പക്ഷേ അതിലെ മറ്റൊരു കാര്യം, പാർട്ടിയെ അങ്കലാപ്പിലാക്കുന്നത് അദ്ദേഹത്തിനെതിരെയുള്ള കേസാണ്. പക്ഷേ അതിനപ്പുറത്ത് ചില സഭാ താല്പര്യങ്ങൾ കൂടി എൽദോസിനെ മാറ്റുന്നതിൽ കാരണമായിട്ടില്ലേ? തീർച്ചയായും അത്തരത്തിലുള്ള ചർച്ചകൾ സജീവമാണ്. കാരണം കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം സഭാ നേതൃത്വത്തിന് വലിയ തോതിൽ ഒരു സ്വാധീനമുള്ള മേഖലയാണ്. അവിടെ സ്വാഭാവികമായും എല്ലാ പാർട്ടികളും ഈ സഭാ നേതൃത്വത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളത് എത്ര നമ്മൾ മാറ്റിവെച്ചാലും അല്ലെങ്കിൽ മറച്ചു വെച്ചാലും അതൊരു വാസ്തവമാണ്. അങ്ങനെ നോക്കുമ്പോൾ സഭാ നേതൃത്വത്തിന് അല്ലെങ്കിൽ സഭാ നേതൃത്വം സജസ്റ്റ് ചെയ്ത കാര്യങ്ങൾ പരിഗണിച്ച് തന്നെയാകണം ആ സ്ഥാനാർത്ഥി പട്ടിക വന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സമാനമായ സാഹചര്യം തൊട്ടു മുൻപ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിനുശേഷം അവിടെ കോർപ്പറേഷൻ പിടിക്കുന്നു, അതിനുശേഷം ഈ മേയർ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് മേയർ ആകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യം പറയുന്ന സമയത്ത് കൊച്ചിയിലെ സാഹചര്യം നമ്മളിപ്പോൾ പറയേണ്ടതായിട്ട് കൂടിയുണ്ട്. കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസിനാണോ അല്ലെങ്കിൽ ദീപ്തി മേരി വർഗീസിനാണോ സ്ഥാനാർത്ഥിത്വം ലഭിക്കുക എന്നത് സംബന്ധിച്ചുള്ള വലിയ ആശങ്കകളുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ വിഷ്വലുകളിൽ കണ്ടതാണ്. അതായത് ദീപ്തി മേരി വർഗീസ് അവിടെ നിന്ന് അറിയിപ്പ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹൈക്കമാൻഡിൽ നിന്ന് സ്വന്തം നിലയ്ക്ക് പോസ്റ്റർ അടിക്കുന്നു, അത് പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലേക്ക് കടക്കുന്നു. നേരത്തെ ഒരു പരിധിവരെ മേയർ ആകുമെന്നുള്ള വലിയ താല്പര്യത്തോടു കൂടി, വലിയ ആഗ്രഹത്തോടു കൂടിയൊക്കെ ഇരുന്ന ആൾക്ക് ഈ ഒരു നിർണായകമായിട്ടുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടിയാണ്. തീർച്ചയായും പ്രവർത്തിച്ചിട്ടും അവർക്ക് കാര്യമായ സ്ഥാനമാനങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴും മേയറാവുമെന്ന വലിയ പ്രതീക്ഷയിലായിരുന്നു, അതും നടന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലും സീറ്റ് കൊടുത്തില്ല. പക്ഷേ ദീപ്തിയെ മാറ്റിയിട്ട് സീറ്റ് കൊടുത്തത്, കൊച്ചിയിൽ സീറ്റ് കൊടുത്തത് മുഹമ്മദ് ഷിയാസിനാണ്. കേരളത്തിലേക്ക് ഏറ്റവും നന്നായി പാർട്ടിയെ ചലിപ്പിച്ച DCC പ്രസിഡന്റുമാരിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് കൊടുത്തില്ലെങ്കിലും ഇതേ നീതികേട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമായിരുന്നു. നമ്മൾ എൽദോസിന്റെ കാര്യത്തിലേക്ക് തന്നെ വന്നാൽ, അത് ഒന്ന് ലൈംഗികാതിക്രമ കേസാണ് എന്ന് പാർട്ടി പറയുന്നു, അതല്ല സഭയുടെ താല്പര്യമാണ് എന്ന് പാർട്ടിക്ക് പുറത്തും പാർട്ടിക്കകത്തും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഈ സഭയുടെ താല്പര്യം അനുസരിച്ചാണ് ഇത് നടത്തിയതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ആ MLA മണ്ഡലത്തിൽ നടത്തിയ കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചതെങ്കിൽ ഈ വർഷം മികച്ച ഭൂരിപക്ഷത്തിൽ താൻ
വിജയിക്കും, അദ്ദേഹം അതിനു വേണ്ടിയുള്ള മണ്ഡലത്തിൽ എല്ലാ നടത്തിയ- പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് എന്നാണ്. അതൊരു സഭാ താല്പര്യത്തിന് വേണ്ടി മാറ്റുകയാണെങ്കിൽ അത് ആ MLA യോട് ചെയ്ത വലിയ നീതികേടല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം ഇക്കഴിഞ്ഞ കാലഘട്ടത്തിൽ മണ്ഡലത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ഊന്നിയാണ് അദ്ദേഹം പ്രചാരണം നടത്തുകയും ചെയ്യുന്നത്. ഇവിടുത്തെ ഓരോ പരിസര പ്രദേശങ്ങളിലും താൻ ഇറങ്ങി ഓരോ ആളുകളെയും കൃത്യമായി മനസ്സിലാക്കി അവരെ കൃത്യമായി പൊളിറ്റിക്കൽ ക്യാൻവാസിലൂടെയും അവരുടെ ആഗ്രഹങ്ങൾ കൃത്യമായി അവർക്ക് വേണ്ടതെന്താണ് അത് കൃത്യമായി നടപ്പിലാക്കി കൊടുത്തുമൊക്കെയാണ് അദ്ദേഹം അവിടെ മണ്ഡലത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ പുതിയൊരു സ്ഥാനാർത്ഥി അവിടെ കൊണ്ടുവരുമ്പോൾ മനോജ് മുത്തേടനാണല്ലോ അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് ആ ലെവൽ ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ കഴിയുമോ എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. അത് ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പര്യടന പ്രവർത്തനങ്ങളിലുടനീളം നമുക്കറിയാൻ കഴിയും. മറ്റൊന്ന് സഭാ നേതൃത്വത്തിൻ്റെ ഇടപെടലൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം, സ്വാഭാവികമല്ലേ. കാരണം നമ്മൾ ആ കാര്യം പറയുമ്പോൾ തന്നെ ഈ അടൂർ പ്രകാശിൻ്റെ കാര്യത്തിൽ ശിവഗിരി മഠം അടക്കം നേരിട്ട് ഇടപെട്ട ഒരു സംഗതി കൂടി അവിടെ നിലവിലുണ്ട്. കെ സുധാകരനും അത്തരത്തിലുള്ള ഈ ഇടപെടലുകളൊക്കെ തന്നെയും മതസാമുദായിക സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെയും നടന്നിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും കീഴ്പ്പെടണ്ട എന്നുള്ളൊരു നിലപാടിലേക്ക് AICC നേതൃത്വം ഹൈക്കമാൻഡ് എത്തി എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രകാശിന്റെയും കാര്യത്തിൽ മാത്രമാണ്. പക്ഷേ എൽദോസിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇനിയിപ്പോൾ ഐശ്വര്യ സൂചിപ്പിച്ചതുപോലെ അത് അദ്ദേഹത്തിന്റെ പേരിലുള്ള ഈ ലൈംഗിക അതിക്രമ കേസാണെങ്കിൽ നമുക്കറിയാം ഒറ്റപ്പാലത്ത് ആരെയാണ് UDF പിന്തുണയ്ക്കുന്നത്? PK ശശിയെയാണ്. കോൺഗ്രസ് ഏറ്റവും വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്ന PK ശശിയാണ്. ഒരു തീവ്രതയുടെ വിഷയം ഇപ്പോഴും പരിഹാസമായിട്ട് കോൺഗ്രസ്സുകാർ പറയുന്നുണ്ടല്ലോ. ഇന്ന് ആ തീവ്രതയുടെ യന്ത്രം കോൺഗ്രസിൻ്റെ കയ്യിലാണോ എന്ന് CPMകാർ തിരിച്ചു ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും അപഹാസ്യരാവുകയാണ് ഈ നേതൃത്വം ചെയ്യുന്നത് എന്നത് സത്യമല്ലേ? തീർച്ചയായും. കാരണം ഇപ്പോൾ ഈ PK ശശിയുടെ കാര്യം പറയുമ്പോൾ അവിടെ ഉയരുന്ന ഒരു വിമർശനം ഇപ്പോൾ എനിക്കൊന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടത് PK ശശിയെ മത്സരിപ്പിക്കാമെങ്കിൽ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ മത്സരിപ്പിക്കാതിരിക്കുക? അതെ, ആ രീതിയിലുള്ള ഒരു ചോദ്യം ഉയർന്നു വരുന്നു. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ കോൺഗ്രസിന് നേരെ UDFന് നേരെ ഉയർന്നു വരുന്നൊരു സാഹചര്യം അതുകൂടി നമ്മൾ പരിഗണിക്കണം, അല്ലെങ്കിൽ അതുകൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം കോവളത്തെ സ്ഥാനാർത്ഥി വിൻസെന്റിനെതിരെയും സമാനമായ കേസുണ്ട്. സമാനമായ കേസ് നിലനിൽക്കുമ്പോഴാണ് കഴിഞ്ഞ തവണ അദ്ദേഹം മത്സരിച്ചതും ജയിച്ചതും. അതുകൂടി നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ഒരുപക്ഷെ ഈ PK ശശിയെ കഴിഞ്ഞ നാളുകളിൽ UDFും കോൺഗ്രസും എങ്ങനെയാണ് വിമർശിച്ചത് എന്നുകൂടി നമ്മൾ ഓർക്കണം. ആ രീതിയിൽ മറുവശത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന അച്ചടക്ക നടപടി അല്ലെങ്കിൽ കൃത്യമായ നടപടി എടുത്തു എന്ന് വാദിക്കുന്നതും UDF ആണ്. അപ്പോൾ ആ രീതിയിൽ എവിടെയെങ്കിലും UDFന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ഇരട്ടത്താപ്പ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ വിമർശനങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യം കൂടിയുണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. എന്തായാലും UDFനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ 10 വർഷത്തെ സർക്കാർ ചെയ്തു കൂട്ടി അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ആ വീഴ്ചകളൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ വീഴ്ചകൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഒരു പ്രചരണമായിരിക്കും UDF എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുക. എന്തായാലും ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എത്ര നാൾ ഇങ്ങനെ നീണ്ടുപോകും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിമർശനങ്ങൾ എത്ര നാൾ നീണ്ടുപോകും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട UDFിലുള്ള അല്ലെങ്കിൽ കോൺഗ്രസിലുള്ള ഈ തർക്കങ്ങളെക്കുറിച്ചൊന്നും CPM നേതാക്കൾ അധികം പ്രതികരിച്ച് കണ്ടില്ല എന്നതാണ് ഒരു വസ്തുത. വലിയ തർക്കമുണ്ട്. തീർച്ചയായും നമുക്കിനി CPMലുള്ള പ്രശ്നങ്ങളിലേക്ക് എടുത്താൽ പ്രധാനമായും സുധാകരൻ തന്നെയാണ്. സുധാകരൻ ഉയർത്തിയ വെല്ലുവിളി പാർട്ടിക്ക് മറികടക്കാൻ കഴിയുമോ എന്നുള്ളത് അവസാന നിമിഷം വരെയും അവർ ഉറ്റുനോക്കിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ 1970-ൽ SFI രൂപീകൃതമായപ്പോൾ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റാണ്. പിന്നീട് DYFIയുടെ ചുമതലയിലേക്ക് വരുന്നു. അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ ചുമതലയിലേക്ക് വരുന്നു, സംസ്ഥാന ചുമതലയിലേക്ക് വരുന്നു. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് MLA ആയി 2 വർഷം മത്സരിക്കുന്നു. പിന്നീട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി 1ാം പിണറായി സർക്കാരിൽ. അങ്ങനെ പാർട്ടിയിൽ നിന്ന് കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്നത് പറയുമ്പോൾ തന്നെ അദ്ദേഹം ഒരു അഴിമതിയില്ലാത്ത നേതാവാണ് എന്നുള്ളതാണ്. അതിപ്പോൾ കോൺഗ്രസ്സുകാർ പോലും ബഹുമാനിക്കുന്ന, കോൺഗ്രസ്സുകാർ പോലും ഒരു തരത്തിലുള്ള വിമർശനവും കാര്യമായി വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങളും ഉയർത്താത്ത അതെ അങ്ങനെ ഒരു രക്തസാക്ഷി കുടുംബം കൂടിയുണ്ട്. അദ്ദേഹം പാർട്ടി വിട്ട് 63 വർഷത്തോളം നീണ്ട പാർട്ടി ജീവിതം വിട്ട് അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ CPMൻ്റെ ഒരു ജീർണത അല്ലെങ്കിൽ CPMൻ്റെ ഒരു സാഹചര്യം അവിടെ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യമാണ്. ഇന്നിപ്പോൾ രാവിലെ മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് സുധാകരൻ പാർട്ടിയോട് വഞ്ചന കാണിച്ചു എന്നുള്ളതാണ്, പാർട്ടിയെ അവഗണിച്ചു എന്നുള്ളതാണ്.
അങ്ങനെയാണോ അദ്ദേഹം പ്രതികരിക്കേണ്ടിയിരുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ ഉയർന്നു കേൾക്കുക കൂടിയാണ്. മാത്രമല്ല പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം, തളിപ്പറമ്പിലാകട്ടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ആരെങ്കിലും പാർട്ടിക്കെതിരെ പറഞ്ഞ് CPM-നെതിരെ പറഞ്ഞ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഉടനെ തന്നെ അവരെ വർഗ്ഗവഞ്ചകരായിട്ട് ചിത്രീകരിക്കും. കഴിഞ്ഞ രാഷ്ട്രീയ നാളുകളിലൊക്കെ നമ്മൾ ഓരോ തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടതാണ്. അത്തരം വിമർശനങ്ങൾ CPM ഉന്നയിച്ചിട്ടുണ്ട്. CPM വിട്ടു പോകുന്ന നേതാക്കളെയൊക്കെ തന്നെ അല്ലെങ്കിൽ പ്രവർത്തകരെയൊക്കെ തന്നെ ആ രീതിയിൽ വിമർശിക്കുന്ന ഒരു നയം അത് CPM-ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ജി സുധാകരന്റെ കാര്യമായാലും വി കുഞ്ഞികൃഷ്ണന്റെ കാര്യമായാലും ഈ എനിക്ക് തോന്നുന്നു ഒരു ലിസ്റ്റ് തന്നെ ഈ കഴിഞ്ഞ ഒരുപക്ഷെ ഈ കഴിഞ്ഞ നാളുകളിലൊന്നും CPM-ന് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. ഇത്ര വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. കാരണം TK ഗോവിന്ദൻ ഉയർത്തിവിട്ട വെല്ലുവിളി, ഈ ഒറ്റപ്പാലത്തെ PK ശശിയുടെ വിഷയമാണെങ്കിൽ പോലും, അതല്ലെങ്കിൽ തളിപ്പറമ്പിലെ ഈ വിഷയമാണെങ്കിൽ പോലും, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള വിഷയം കണ്ണൂരിലെ പാർട്ടിക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു എന്നുള്ളതാണ് വളരെ കൃത്യമായി പറയാൻ കഴിയും. സ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ പാർട്ടിയിലോ ഇല്ലെങ്കിൽ പോലും സുരേഷ് അദ്ദേഹം UDF-ന്റെ സ്ഥാനാർത്ഥിയാവുന്നതും പാർട്ടിക്ക് ചീത്തപ്പേര് തന്നെയല്ലേ? അതെ, തീർച്ചയായും. അദ്ദേഹം UDF-ന്റെ സ്ഥാനാർത്ഥിയായി മലമ്പുഴയിൽ ജനവിധി തേടുകയാണ്. ഇത് എങ്ങോട്ടാണ് CPM-ന്റെ പോക്ക് എന്നുള്ള ഒരു ചോദ്യം കൂടി നമുക്ക് അവിടെ ചോദിക്കേണ്ടി കൂടി വരും. സ്ഥാനാർത്ഥിത്വവും അതുപോലെ വിമർശനം ഏറ്റുവാങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. MV ഗോവിന്ദൻ മാഷുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ MV ഗോവിന്ദൻ മാഷ് കൃത്യമായി പറയുന്നത് തന്റെ ഭാര്യ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു വിമർശനം വരുന്നത് എന്നുള്ളതാണ്. അവർ മഹിളാ അസോസിയേഷന്റെ നേതാവായിരുന്നു, യുവജന സംഘടനകളിലൂടെ വളർന്നു വന്ന ഒരു നേതാവാണ്. സ്വാഭാവികമായി മരണവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ പറഞ്ഞ ഈ കാര്യം ശരിയാണ്. ഗോവിന്ദൻ മാഷ് വിവാഹം കഴിക്കുന്ന കാലത്ത് പോലും അതിനു മുമ്പ് പോലും അവര് പാർട്ടിയുടെ വിവിധ ഘടകങ്ങൾ DYFയിലൊക്കെ വളരെ സജീവമായിരുന്നു. അവർ പാർട്ടി പ്രവർത്തകയായിട്ട് പാർട്ടി നേതാവായിട്ട് തന്നെ വന്നതാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിലുള്ള അവരുടെ സ്ഥാനാർത്ഥിത്വമാണ് അത് ചോദ്യം ചെയ്യുന്നത് കോൺഗ്രസ്സുകാരല്ല, UDFകാരല്ല, പാർട്ടിക്കാർ തന്നെയാണ്. TK ഗോവിന്ദൻ എന്ന് പറയുന്ന ആ പ്രദേശത്തെ ഏറ്റവും സമുന്നതനായ ഒരു നേതാവ് പാർട്ടിക്കെതിരെ ഇതുപോലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് ചെയ്യുന്നത്. ഇവിടെ മുഖ്യമന്ത്രി ഇന്ന് അഭിജിത്ത് പറഞ്ഞ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, അവിടെ പാർട്ടിയോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ അവരെ വർഗ്ഗവഞ്ചകരായി ചിത്രീകരിക്കുകയാണ്. പക്ഷേ ഇവരുയർത്തിയ കാര്യങ്ങൾ, വി കുഞ്ഞികൃഷ്ണൻ എത്രയോ കാലം പാർട്ടിക്കകത്ത് ഇരുന്നു കൊണ്ടാണ് പാർട്ടിയുടെ ഈ ദുഷിച്ച ചെയ്തികൾക്കെതിരെ പോരാടിയത്. അത് അഡ്രസ്സ് ചെയ്യപ്പെട്ടോ എന്നുള്ളതാണ്. അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയെന്ന് മാത്രമല്ല, അദ്ദേഹം വളർന്നു വന്ന ഒരു പാർട്ടി പശ്ചാത്തലം, ഇത്രയും നാൾ പാർട്ടിക്ക് വേണ്ടി ഫുൾ ടൈമറായി നിന്ന് ജോലി ചെയ്ത ആ ഒരു പാർട്ടിയിൽ നിന്ന് മാറുമ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയാണോ പറയേണ്ടിയിരുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ അവശേഷിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്യുന്നത്. നാളുകളിൽ കോൺഗ്രസ് ആണ് സമാനമായ പ്രതിസന്ധികൾ നേരിട്ടിട്ടുള്ളത്. കാരണം എല്ലായ്പ്പോഴും സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ തങ്ങളുടെ പേരില്ല എന്ന് പറഞ്ഞ് പാർട്ടി വിടുന്ന ഒരു സാഹചര്യം മിക്കപ്പോഴും ഏറ്റവും കൂടുതൽ നേരിട്ടിട്ടുള്ളത് കോൺഗ്രസ് ആണ്. ഞാൻ അതിനെ എതിർക്കുകയാണ്. കാരണം കോൺഗ്രസ്സുകാരൊക്കെ സീറ്റ് കിട്ടാതെ വരുമ്പോൾ രാജിവെച്ച് BJP-യിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളത്. പക്ഷെ അവിടെയും നമ്മൾ പറയേണ്ടത് CC മുകുന്ദൻ നാട്ടികയിൽ നിന്ന് CPI-യുടെ സിറ്റിംഗ് MLA ആണ്. നാട്ടികയിൽ നിന്ന് എന്നാലിപ്പോ ഇന്നത്തെ CPM-കാരും ഇന്നത്തെ CPI-ക്കാർ പോലും, ഇവിടെ നമ്മൾ കോൺഗ്രസിന്റെയും CPM-ന്റെയും കാര്യമാണ് ഇതുവരെ ചർച്ച ചെയ്തത്. താരതമ്യേന അതിനേക്കാൾ ചെറിയൊരു പാർട്ടിയാണ്. അതെ, അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരനായ CC മുകുന്ദൻ. അദ്ദേഹം ഈ പറയുന്ന പോലെ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലമൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് നേരത്തെ വാർത്തകളിലൊക്കെ വന്നതാണ്. അദ്ദേഹം ഈ പാർട്ടി കൊണ്ടൊന്നും സമ്പാദിച്ചിട്ടില്ല, വളരെ സാധാരണക്കാരനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹം. ആ പാർട്ടി വിട്ട് ഇനി എങ്ങോട്ട് പോകണമെന്ന് കോൺഗ്രസ്സുകാർ വിളിക്കുമോ BJP-ക്കാർ വിളിക്കുമോ എന്ന് കുറേ കാത്തു നിന്നു. അവസാനം കോൺഗ്രസ്സുകാർക്ക് വേണ്ടെന്ന് പറഞ്ഞു. BJP-യുടെ സ്ഥാനാർത്ഥിയായിരിക്കും കൂടിക്കാഴ്ച നടത്തിയെന്ന തരത്തിലേക്കുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. അവിടെ ഒരു പരിഗണന കിട്ടാതെ വന്നതോടുകൂടിയാണ് BJP-യിലേക്ക് പോകേണ്ട സാഹചര്യം ഏറ്റെടുക്കാൻ. വി കുഞ്ഞികൃഷ്ണനെയോ അല്ലെങ്കിൽ TK ഗോവിന്ദനെയോ ഏറ്റെടുത്തതുപോലെ CC മുകുന്ദനെ ഏറ്റെടുക്കാൻ കോൺഗ്രസ്സുകാർ തയ്യാറായില്ല. അങ്ങനെ അദ്ദേഹം BJP പാളയത്തിലെത്തി. അവിടെ വെച്ചിരിക്കുന്ന ഒരു ബോർഡ് അത് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. ഈ MLA മാറണം, അല്ലെങ്കിൽ മാറാത്തതായി എന്തുണ്ട്, അങ്ങനെ എന്തോ മാറാത്തത് ഇനി മാറും എന്നുള്ളതാണ് BJP-യുടെ പ്രധാനപ്പെട്ട ടാഗ്ലൈൻ. അങ്ങനെ മാറുന്ന സമയത്ത് ഈ മാറ്റത്തെക്കുറിച്ചാണ് BJP-യുടെ ബോർഡ്. ഇപ്പം നിലവിലുള്ള MLA-മാരെ കുറിച്ചാണല്ലോ എല്ലാ സ്ഥലത്തും കുറ്റം പറയുന്നത്. അവിടെയും വെച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു ബോർഡ്, സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ അവിടുത്തെ സിറ്റിംഗ് MLA ആണ് ഇപ്പോൾ അവരുടെ സ്ഥാനാർത്ഥി എന്നത് അവർ പോലും മറന്നുപോയി എന്ന് തോന്നുന്നു. അത് തീർച്ചയായും അതൊരു കൗതുകം പോലെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ നാളുകളിൽ കോൺഗ്രസ് നേരിട്ട ഒരു പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി ഇപ്പോൾ മാറി. ഒരുപക്ഷെ CPM-ന് ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ചർച്ച ചെയ്യാത്ത, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരു പ്രതിസന്ധി CPM നേരിടുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആ വസ്തുത എത്ര അവർ ഇപ്പോൾ വർഗ്ഗവഞ്ചകർ എന്നൊക്കെ പറഞ്ഞാലും സമുന്നതരായ ഒരു പിടി നേതാക്കൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു, ജി സുധാകരന്റെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ്
ഒരുപക്ഷെ ഒരു സൗഹൃദ കൂടിക്കാഴ്ച എന്നോളം KC വേണുഗോപാൽ അവിടെ എത്തിയത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹം പാർട്ടി വിടുകയാണോ, KC വേണുഗോപാൽ അതിനാണോ കാണാൻ വന്നത്, സമാന ചർച്ചകൾ ആ ഘട്ടത്തിൽ വരുന്നു. പക്ഷെ അന്ന് അത് കൃത്യമായി അദ്ദേഹം നിഷേധിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് പിണറായി സർക്കാർ തുടരും, അല്ലെങ്കിൽ പിണറായി 3.0 ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ നേതാവാണ് G. സുധാകരൻ. ആ G. സുധാകരനെയാണ് ഇന്ന് മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞതും. എന്തായാലും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോഴും അതിനുശേഷവും അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. മൂന്നാമതും പിണറായി അധികാരത്തിൽ വരുമല്ലോ എന്ന് ചോദിച്ചപ്പോൾ സന്തോഷം എന്നാണ് പറഞ്ഞത്. അവിടെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയം എന്തായിരിക്കുമെന്ന് ചോദിച്ചാൽ അത് ശബരിമല സ്വർണ്ണക്കുള്ള കേസായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അയ്യപ്പന്റെ സ്വർണം കട്ടത് ആരാണ് എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത തേടാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അതെ 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 ആ പാരടി പാട്ടൊക്കെ നമ്മൾ കേട്ടതാണ്. ഇതുവരെ ആ പാരടി പാട്ടൊന്നും രംഗത്ത് വന്നിട്ടില്ല. മൂർധന്യാവസ്ഥയിലേക്ക് എത്തുമ്പോൾ, തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് ആ വിഷയങ്ങളൊക്കെ ഇനി വരേണ്ടതുണ്ട്. കാരണം ഇതുവരെ പാർട്ടിയിലുള്ള അടി തന്നെയാണ് വന്നത്. നമ്മളിപ്പോൾ CPIയുടെയും കാര്യം പറഞ്ഞു. ഇനി മുസ്ലിം ലീഗിന്റെ കാര്യം എടുത്ത് പരിശോധിച്ചാൽ താരതമ്യേന മുസ്ലിം ലീഗിന്റെ പട്ടികയെ നമുക്ക് ഏറ്റവും മികച്ചൊരു പട്ടിക എന്നാണ് എനിക്ക് തോന്നുന്നത്. 2 വനിതകളുണ്ട്, അതിലൊരു യുവ പ്രാതിനിധ്യമുണ്ട്, പേരാമ്പ്രയിലെ ഫാത്തിമ തഹ്ലിയ. അങ്ങനെ മികച്ചൊരു പട്ടിക തന്നെയാണ്. പക്ഷേ അവിടെയും ഉണ്ടായി ചില മുറുമുറുപ്പ്. ഇപ്പോൾ CPMന് മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയുടെ ചില മണ്ഡലങ്ങളിലൊക്കെ അവർ വിജയിക്കുന്നത് ലീഗിൽ നിന്ന്, പലപ്പോഴും കോൺഗ്രസിൽ നിന്ന് പോലും ഇതുപോലെ വിമത ശബ്ദമുയർത്തിയ ആളുകളെ പിടിച്ചുകൊണ്ടാണ്. ഇത്തവണയും അങ്ങനെ ഒരു സംഭവം ഉണ്ടായ അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടേത്. പക്ഷേ ആ വിഷയവും കൃത്യമായി പരിഹരിക്കാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞു. ലീഗ് നേതൃത്വം ഇടപെട്ടു എന്നുള്ളതാണ്. കൃത്യമായി സമയോചിതമായ ഇടപെടലിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോയില്ല. രണ്ടത്താണി പാർട്ടി വിടുമെന്നുള്ള തരത്തിൽ വാർത്തകൾ വരുന്നു, ചർച്ചകൾ നടന്നു. പക്ഷേ പിന്നീട് ഒരു ഘട്ടത്തിൽ LDF സ്ഥാനാർത്ഥിയാകുമെന്ന് വരെ വാർത്തകൾ ചാനലുകൾ തീരുമാനിച്ചു കഴിഞ്ഞു. അതിനുശേഷം വന്ന A. വിജയരാഘവന്റെ പ്രതികരണം നമുക്ക് ഓർമ്മയുണ്ടാകും. അദ്ദേഹം ഇത്തരത്തിൽ LDF നേതാക്കളുമായിട്ടൊക്കെ തന്നെ നല്ല ബന്ധവും നല്ല അടുപ്പവും സൂക്ഷിക്കുന്ന വ്യക്തിയാണ് എന്ന തരത്തിലൊരു, അതായത് അദ്ദേഹം പാർട്ടിയിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതിന്റെ ഒരു സൂചന കൂടി നൽകുന്ന തരത്തിലുള്ള. പക്ഷേ A. വിജയരാഘവന്റെ പതിവ് പ്രതികരണങ്ങളിൽ നിന്ന് ഭിന്നമായിട്ട് അദ്ദേഹം കുറച്ചുകൂടി ഒന്ന് മയപ്പെടുത്തിയാണ് പറഞ്ഞത്. സാധാരണ വിജയരാഘവന്റെ പ്രതികരണം ഇങ്ങനെയല്ല നമ്മൾ കേട്ടത്. പക്ഷെ എന്തായാലും രണ്ടത്താണിയെ കൃത്യമായി തിരിച്ച് മുസ്ലിം ലീഗിൽ എത്തിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു അതൃപ്തി പറഞ്ഞ് മനസ്സിലാക്കി കൂടെ നിർത്താൻ ലീഗ് നേതൃത്വത്തിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ പോസിറ്റീവായി നമ്മൾ കാണേണ്ടതാണ്. കാരണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ വളരെ ഈ വന്നതിൽ ഒരു നല്ല പട്ടിക എന്ന് നമുക്ക് പറയാം. സ്ഥാനാർത്ഥി പട്ടിക, അതെ, മുസ്ലിം ലീഗിൻ്റെത്. അങ്ങനെ പറയുമ്പോൾ അവിടെ ഒരു അതൃപ്തി വരുന്നു, അല്ലെങ്കിൽ നല്ല പട്ടിക എന്നുള്ള ഒരു കമന്റ് വരുന്നതിന് തൊട്ട് താഴെ വീണ്ടും ഒരു അതൃപ്തി പുകയുന്നു, അല്ലെങ്കിൽ ഒരാൾ പാർട്ടി വിടുന്നു എന്ന് പറയുന്ന മുസ്ലിം ലീഗിന് ക്ഷീണമായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ക്ഷീണമായിരുന്നേക്കാം. പക്ഷെ അവിടെ കൃത്യമായി ലീഗ് നേതൃത്വം ഇടപെട്ടു, അത് സോൾവ് ചെയ്തു, രണ്ടത്താണിയെ കൂടെ നിർത്തി. പിന്നീട് നടന്നതും നമ്മൾ കണ്ടതാണ്. രണ്ടത്താണിയുമായി സംഭാഷണം നടത്തുന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വന്നു. താൻ പാർട്ടി വിടില്ല എന്ന് പിന്നീട് രണ്ടത്താണി മാധ്യമങ്ങളെ കണ്ട് പറയുന്നതും ഒക്കെ നമ്മൾ കണ്ടു. അങ്ങനെ അവിടെ ഒരു വലിയ പ്രശ്നമില്ലാതെ കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും അഭിജിത്ത്, BJPയെ കുറിച്ച് നമ്മൾ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. BJPയിൽ വലിയ പൊട്ടിത്തെറിയൊന്നും കണ്ടിട്ടില്ല. 1-2 സ്ഥലങ്ങളിൽ മാത്രമാണെന്ന് തോന്നുന്നു. ഇപ്പൊ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക BJPയിൽ വന്നു. അപ്പോൾ അവിടെ ആറന്മുളയിൽ BDJസിനായിരുന്നു നേരത്തെ സീറ്റ് നൽകുമെന്നുള്ള കാര്യം അറിയിച്ചിരുന്നത്. പക്ഷേ കുമ്മനം രാജശേഖരനാണ്, BJPക്കാണ് അവിടെ സീറ്റ് കൊടുത്തിട്ടുള്ളത്. PS ശ്രീധരൻപിള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ പറയാണ്, അതായത് തനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല, താൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതാണ്, തനിക്കെതിരെ ഉയർത്തുന്നത് അപവാദ പ്രചാരണങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മത്സരരംഗത്തേക്ക് ഇല്ല എന്നുള്ള കാര്യം പറയുന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന് സീറ്റ് നൽകിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. MT രമേശ് ഈ പറഞ്ഞതുപോലെ സീറ്റ് കിട്ടിയിട്ടില്ല, അദ്ദേഹത്തിന് തൃശ്ശൂരായിരുന്നു തോന്നുന്നു. B. ഗോപാലകൃഷ്ണന്റെ കാര്യത്തിൽ അദ്ദേഹം കൊടുങ്ങല്ലൂരായിരുന്നു ആഗ്രഹിച്ചിരുന്നത്, പക്ഷേ ഇപ്പോൾ ഗുരുവായൂരിലേക്ക് മാറുന്നു. അപ്പോൾ അങ്ങനെ BJPയിൽ അത്ര കണ്ട് വലിയ കലഹങ്ങളില്ലെങ്കിൽ പോലും അതൊരു പക്ഷേ രാജീവ് ചന്ദ്രശേഖരന്റെ വിജയമാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഞാൻ അതിനെ എതിർക്കുന്നു. കാരണം രാജീവ് ചന്ദ്രശേഖരന്റെ വിജയം എന്ന് പൂർണ്ണമായും പറയാൻ പറ്റില്ല. അതിന് മുൻപ് ഒരു ബേസ് ഉണ്ടാക്കിയിട്ട് K. സുരേന്ദ്രൻ എന്ന സംസ്ഥാന പ്രസിഡന്റ് നമ്മൾ കാണാതെ പോകരുത്. BJPക്ക് ഇവിടെ കൃത്യമായ ഒരു ബേസ് ഉണ്ടാക്കിയത് K. സുരേന്ദ്രനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ ഒരുപക്ഷെ BJPക്ക് അങ്ങനെ ഒരു സ്പേസ് കേരളത്തിൽ 1-2 മണ്ഡലങ്ങളിൽ ഒരു ത്രികോണ പോരാട്ടം നടക്കുമെന്നതിനപ്പുറത്തേക്ക് പലയിടങ്ങളിലും അങ്ങനെ ഒരു വലിയ പോരാട്ടം നടന്നിരുന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയ്ക്ക് BJPയുടെ ഒരു ഗ്രോത്ത്, കൃത്യമായി നമ്പേഴ്സ് പരിശോധിച്ചാൽ പോലും നമുക്ക് മനസ്സിലാവും. അവർക്ക് വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവർ ഓരോരോ തെരഞ്ഞെടുപ്പുകൾ കഴിയും തോറും അവരുടെ വോട്ട് അതിൻ്റെ ഓരോരോ മാർജിനിലായി വർദ്ധിപ്പിക്കുകയാണ്. അതിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജില്ലാ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ ഓരോരോ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച്
ക്രോഡീകരിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ പോലും അത് നമ്മൾ കാണുകയാണ്. കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ കുമ്മനം രാജശേഖരൻ ഉയർത്തിയ ആ ഒരു വോട്ട് വിഹിതം, അതിനുശേഷം 2021 BJPയുടെ സ്ഥാനാർത്ഥിയായ നമ്മുടെ VV രാജേഷ് മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഉയർത്താൻ കഴിഞ്ഞ വോട്ട് വിഹിതം. അങ്ങനെ BJP ഓരോ മണ്ഡലങ്ങളിലും വലിയ ക്രമാനുഗതമായി വോട്ട് വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. വലിയ വെല്ലുവിളിയാണ് BJP. അതിനെ കൃത്യമായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ ഒരേ സമയം തന്നെ CPM-നും UDF-നും വോട്ട് വീതം വർദ്ധിപ്പിക്കലല്ല, സീറ്റ് തന്നെയാണ്. കാരണം ഈ കഴിഞ്ഞ നാളുകളിൽ വോട്ട് വീതം വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു BJPയുടെ ലക്ഷ്യം. പക്ഷെ ഇത്തവണ കൃത്യമായി തങ്ങളുടെ A ക്ലാസ് മണ്ഡലം ഏതാണെന്ന് സോർട്ട് ചെയ്ത് അവിടെ തങ്ങളുടെ ശക്തരായ അവർ ഈ പറയുന്നത് പോലെ വിവാദങ്ങളൊന്നും ഇല്ല എന്ന് പറയുമ്പോഴും അവർ സൈലന്റ് ആയിട്ട് കാര്യങ്ങൾ നടത്തുന്നുണ്ട്. നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയും ചെയ്തിട്ടുണ്ട് പല മണ്ഡലങ്ങളിലേക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിലടക്കം ആ ഒരു വളർച്ച നമ്മൾ കണ്ടു. കോർപ്പറേഷനിലെ മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തത് കൂടിയാണ്. അപ്പോൾ എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ കുറിയത്തെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്നതാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്നുള്ള കൂടുതൽ വാർത്തകളും അതിന്റെ വിശകലനങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.